ലഹരിവിരുദ്ധ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി ഇടപ്പള്ളി സെൻട്രൽ മണിമല റോഡ് റെസിഡൻസ് അസോസിയേഷൻ ജൂനിയർ ക്ലബ്ബ് സംഘടിപ്പിച്ച മനോഹരമായ ഒരു കൂട്ടായ്മ വഴികാട്ടി. വാക്കുകളില്ലാതെ കൈകളുടെ ചലനങ്ങളിലൂടെയും മുഖഭാവങ്ങളിലൂടെയും ജീവിതത്തിൻ്റെ ഗൗരവമുള്ള സന്ദേശം സമൂഹത്തിലെത്തിക്കാനാണ് ഈ ജൂനിയർ ക്ലബ്ബ് അംഗങ്ങൾ ശ്രമിക്കുന്നത്. ലഹരി ഒരു മനുഷ്യൻ്റെ ആരോഗ്യം, കുടുംബം, ഭാവി എല്ലാം തന്നെ തകർക്കുന്ന ഒരു ശക്തിയാണ്. ജൂനിയർ ക്ലബ്ബ് അംഗങ്ങൾ അവതരിപ്പിച്ച ഈ മൈം ആ ഭീഷണിയെ തുറന്നു കാട്ടുകയും ലഹരിക്കെതിരെ നോ എന്ന് പറയാനുള്ള ആർജവം എല്ലാവരിലും ഉണ്ടാകണമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. തീരങ്ങൾ തെളിയുന്നു, കാണാത്ത ലോകം നാം അണയുന്നു. ആഴങ്ങൾ തീരാതി കടൽ പോലെ കഥകൾ നീളുന്നു. ഇവിടെ ആരാരും ചിരികളാരും പഴയ നോവിന്റെ കൈപ്പൊന്നു. ജന്മം ഇതാണു പരദീസ. നെഞ്ചോരം മോഹങ്ങൾ നിറയുമ്പോൾ നാം എല്ലാം ഈ മണ്ണിൽ ഒരു പോലെ. നീയെന്നും ഞാനെന്നും തിരുവില്ലാതുലകം ഒരുപോലെ. പാടുന്നോർ പാടട്ടെ, പാടുന്നോരാടട്ടെ, ുള്ള ഭൂമി പർദീസ. സ്വപ്നങ്ങളും ഭാവിയും നശിപ്പിക്കുന്ന വില്ലനാണ്. ഇന്ന് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു പ്രതിജ്ഞ ചെയ്യാം. നമ്മുടെ തലമുറയെ മയക്കുമരുന്നിൽ നിന്നും രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാം. അതുകൊണ്ടാണ് ഞങ്ങൾ CMRRA ജൂനിയർ ക്ലബ് ഇന്ന് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചത്. എല്ലാവരെയും ബോധവൽക്കരിക്കാൻ, നല്ലൊരു ഭാവിയിലേക്ക് വഴികാട്ടാൻ നിങ്ങളുടെ സഹകരണമാണ് നമ്മുടെ ശക്തി. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു ഡ്രഗ് ഫ്രീ സമൂഹം ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ചേർന്ന് പറയാം, സേ നോ ടു ഡ്രഗ്സ്, യെസ് ടു ലൈഫ്.
37-ാം ഡിവിഷൻ കൗൺസിലർ. പ്രത്യേകമായ ഒരു പരിചയം ആർക്കും വെക്കേണ്ടതില്ല. നമ്മുടെ ഏതൊരു ആവശ്യത്തിനും നമ്മുടെ കൂടെ ഒപ്പം നിൽക്കുകയും ഏറ്റവും മുൻപന്തിയിൽ നിന്ന് വന്ന് നമ്മളെ പൂർണ്ണമായി പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീമതി ദീപ വർമ്മ. വഴികാട്ടി എന്ന ഈ പരിപാടിയിലേക്ക് ആശയം പങ്കുവയ്ക്കുന്നതിനായി കൗൺസിലർ ദീപ വർമ്മയെ ക്ഷണിച്ചു. എല്ലാവർക്കും നമസ്കാരം. CMRRയിലെ കുറേ പരിപാടികൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇന്ന് അതിൽ നിന്ന് വേറിട്ടൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇന്ന് നമ്മളെല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ലഹരി എന്ന് പറയുന്നത്. ഇപ്പം വീഡിയോ കാണിച്ചു എന്ന് പറഞ്ഞു ജേക്കബ് സാറ്. ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു നിമിഷത്തെ ഒരു തെറ്റായ ചിന്തയാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയൊരു അനിഷ്ട സംഭവമാകുന്നത്. ഞങ്ങൾ സ്കൂളിൽ ടീച്ചറായിരിക്കുമ്പോൾ ഞങ്ങൾ ടീച്ചേഴ്സ് ചെറിയ ക്ലാസ്സിൽ 2nd 3rd മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് പഠിക്കാൻ പറയും. അപ്പം ഞങ്ങൾ അവരോട് പറയും, നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് പഠിക്കണം എന്ന്, ബൈ ഹാർട്ട് ചെയ്യണം. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ലഹരി എന്ന് പറയുന്നത് തെറ്റാണ്, അത് ശരിയല്ല, അത് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കുമെന്ന് എല്ലാവർക്കും അറിയാം. എങ്കിലും പിന്നെയും കുറെ പേര് അതിന്റെ പിന്നാലെ പോവാണ്. അപ്പൊ നമ്മൾ റിപ്പീറ്റഡ്ലി ഇങ്ങനെ കുറെ വഴികാട്ടിയെ പോലെ കുറെ ആശയങ്ങൾ നമ്മൾ പങ്കുവെച്ചാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് ഒരു പരിധി വരെ നമ്മുടെ കൊച്ചുമക്കളെ അതിൽ നിന്ന് വലിച്ച് ഇപ്പൊ ഈ സ്കിറ്റിൽ കാണിച്ച പോലെ തന്നെ തിരിച്ച് നമുക്ക് സമൂഹത്തിലേക്ക് നല്ലൊരു പൗരനാക്കി കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. CMRRI യൂത്ത് ക്ലബിന് ഇങ്ങനെ ഒരു ആശയം തോന്നിയതിലും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതിനും വളരെയധികം സന്തോഷവും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന CMRRI യൂത്ത് ക്ലബിലെ എല്ലാ അംഗങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നേരുകയാണ്. കാരണം കൊച്ചുകുട്ടികൾ തന്നെ അവരുടെ ആശയങ്ങൾ മുന്നോട്ട് വെച്ച് അവരുടെ കൂട്ടത്തിലുള്ള കുട്ടികളെ അല്ലെങ്കിൽ കൂട്ടുകാരന്മാരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തുകയാണ്. തീർച്ചയായിട്ടും നമ്മളെപ്പോലെയുള്ള എല്ലാവരുടെയും സഹകരണവും പിന്തുണയും അവർക്കുണ്ടാകും. ഇനി അങ്ങോട്ടും നമുക്കറിയാം, നമ്മുടെ തൊട്ട് പരിസരത്ത് തന്നെ ധാരാളം കേസുകൾ നമുക്ക് വളരെ പരിചിതമായിട്ടുണ്ട്. ഈ ലഹരിക്ക് അടിമപ്പെട്ട് ധാരാളം ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന കുട്ടികളും അതിനോടൊപ്പം സങ്കടപ്പെടുന്ന മാതാപിതാക്കളെയും നമുക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അതിൽ നിന്ന് ആ മാതാപിതാക്കളുടെ സങ്കടം എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പല കാരണങ്ങൾ കൊണ്ട് അവര് അങ്ങനെയായിപ്പോയി. കഴിഞ്ഞ ദിവസം എല്ലാവരും വായിച്ചിട്ടുണ്ടാവും, ഒരു മുൻ കൗൺസിലറെ മകൻ കുത്തി എന്ന് പറഞ്ഞത്. ഒരു മകൻ അമ്മയെ കുത്തുന്ന ഒരവസ്ഥ. ആ കുട്ടി ലഹരിക്ക് അടിമയായിരുന്നു. വളരെയേറെ ചികിത്സകൾ ചെയ്തു, ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി. ഇവൻ ദുബായിൽ വരെ വിട്ട് ഒരു ജോലി കിട്ടിയാൽ ശരിയാവുമെന്ന് വിചാരിച്ച് പുറത്തേക്ക് അയച്ചു. അവിടെ ചെന്നപ്പോൾ അതിലും വലിയ ബുദ്ധിമുട്ടായി, തിരിച്ചു വരുത്തേണ്ടി വന്നു. അങ്ങനെ ഒരു അമ്മയെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറുന്ന ഒരു ഒരു കുട്ടീനെ അത്രത്തോളം എത്തിക്കുക എന്ന് പറയുന്നത് അതിന്റെ എത്രത്തോളം ഇമ്പാക്ട് എന്താണെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതൊരു തൊട്ടടുത്ത് നടന്ന റീസെന്റ് ആയിട്ടുള്ള സംഭവമായതുകൊണ്ട് ഞാൻ പ്രതിപാദിച്ചതേ ഉള്ളൂ. നമ്മൾ ദിവസവും പേപ്പറിൽ കാണുന്നുണ്ട് ഇഷ്ടംപോലെ ഇതുപോലെയുള്ള കേസുകൾ. അമ്മയാണെന്നോ അച്ഛനാണെന്നോ സഹോദരനാണെന്നോ സഹോദരിയാണോ ഒന്നും മനസ്സിലാവാതെ, അല്ലെങ്കിൽ അവർക്കത് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ആ ഒരു നിമിഷത്തെ ഒരു പ്രകോപനം കിട്ടിയില്ല എന്നറിയുമ്പോഴുള്ള ആ സമയത്തെ ഇതുകൊണ്ട് ഉണ്ടാവുന്ന വളരെയേറെ അപകടങ്ങൾ നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി വരുന്ന തലമുറ ഇതിൽ നിന്ന് പിന്തിരിക്കണം. തീർച്ചയായിട്ടും CMRRയിലെ ഈ യൂത്ത് ക്ലബ്ബ് ചെയ്ത പോലെ തന്നെ നേരത്തെ അനിൽ സൂചിപ്പിച്ചു, ഇതുപോലെ കുറച്ചുകൂടി നമ്മൾ സാധാരണ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ തെരുവ് നാടകങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങൾ തെരുവ് നാടകങ്ങളായിട്ട് ആ സമൂഹത്തിലേക്ക് എത്തിച്ചേരുന്ന പോലെ തീർച്ചയായിട്ടും ഈ സ്കിറ്റ് നമ്മുടെ 37 ഡിവിഷനിലെ വിവിധ ഭാഗങ്ങളിൽ ഇത് അവതരിപ്പിക്കണം എന്നൊരു അഭ്യർത്ഥനയും കൂടിയാണ് എനിക്ക് ഈ കൊച്ചുമക്കളോട് പറയാനുള്ളത്. എല്ലാവരും അറിയണം അതിന്റെ ഭവിഷ്യത്ത് എന്താണ് എന്നുള്ളതും. ഞാൻ പറഞ്ഞത് എല്ലാം അറിയാം, എങ്കിലും റിപ്പീറ്റഡ്ലി നമ്മൾ പറഞ്ഞാൽ മാത്രമേ അതിനൊരു എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും ഇതുപോലെ ഒരു വഴികാട്ടി എന്ന് പറഞ്ഞ ഈ ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ച CMRRയുടെ യൂത്ത് ക്ലബിനും അതുപോലെ തന്നെ CMRRI റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികൾക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നേരിന്റെ വഴികാട്ടി ഇപ്പൊ തൊട്ടു മുമ്പ് അവതരിപ്പിച്ച സ്കിറ്റ് നമ്മൾ കണ്ടതാണ്. സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ സ്കൂളിൽ നിന്ന് മയക്കുമരുന്നിന് അഡിക്റ്റ് ആവുന്നു.
ഒരു അച്ഛൻ്റെയും അമ്മയുടെയും പ്രതീക്ഷയായി സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്ന കുട്ടി, നാളെ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും നല്ല പൗരനാവേണ്ട ഒരു കുട്ടി സ്കൂളിൽ നിന്ന് ഡ്രഗ് കൂട്ടുകാരിൽ നിന്നും മറ്റും അഡിക്റ്റ് ആവുന്നു, ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോകുന്നു. ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോയതിന് ശേഷം വീണ്ടും വീട്ടിലേക്ക് വന്നപ്പോൾ വീണ്ടും അത്തരം ആളുകൾ സമീപിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ നടക്കുന്ന സംഭവം തന്നെയാണോ എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഡി അഡിക്ഷൻ സെൻ്ററിൽ പോയതാണ്. ഡി അഡിക്ഷൻ സെൻ്ററിൽ പോയതിന് കാരണം അച്ഛനും അമ്മയുടെയും ഏകമകനായ കുട്ടി നന്നായി പഠിക്കുന്ന ആളായിരുന്നു. പക്ഷേ ഇതിനടിമപ്പെട്ടുകൊണ്ട് വീട്ടിൽ വല്ലാത്ത രീതിയിൽ ബഹളമുണ്ടാക്കുന്നു, അച്ഛനും അമ്മയും ആക്രമിക്കാൻ പോകുന്നു, വാക്കത്തി എടുത്തുകൊണ്ട് വീട്ടിൻ്റെ മുറ്റത്ത് നിൽക്കുകയാണ്. അച്ഛനെ അമ്മയെ അകത്തിയിട്ടില്ല, കാരണം എന്താ, പണം കൊടുക്കണം ലഹരിക്ക് വേണ്ടിയിട്ടുള്ള. വളരെ വലിയ സങ്കടത്തിലേക്കുമ്പോഴാണ് ഡി അഡിക്ഷൻ സെൻ്ററിൽ നിന്ന് ആളെ വിളിച്ച് അവർ വാഹനത്തിൽ വന്നു ബലമായി കുട്ടിയെ കയ്യും കാലും കെട്ടിയെടുത്ത് കൊണ്ടുപോയി ഇപ്പോൾ ഡി അഡിക്ഷൻ സെൻ്ററിൽ നിന്ന് ഇന്നും നാളെയായിട്ട് മുക്തി നേടാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ അച്ഛനും അമ്മയും കണ്ടു, അവിടെ ഡോക്ടറെ പോയി കണ്ടു. കുട്ടി പരിപൂർണമായി ഇതിനടിച്ച് മാറിയിരിക്കുകയാണ്. ഇനി ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് കുട്ടിയെ കൊണ്ടുപോകരുത്. അപ്പോൾ ആ കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സമൂഹം കൂടിയാണ് എന്ന് ഈ വഴികാട്ടിയുടെ സ്കിറ്റിലൂടെ നമ്മളെ കാണിച്ചു തരികയാണ്. ഒരു നാടിൻ്റെ പ്രതീക്ഷയായ ഒരു കുട്ടികളെ ഇങ്ങനെ വഴിതെറ്റിച്ചുകൊണ്ട് പോകാൻ ലഹരി മാഫിയ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മളെല്ലാവരും ഒരു വഴികാട്ടിയായി നമ്മുടെ യുവതലമുറക്ക് മുന്നിൽ ഉണ്ടാവണം. ആരെന്ത് കണ്ടാലും ഷെയർ ചെയ്യാൻ, പോലീസിന് വിവരം അറിയിക്കാൻ, ബന്ധപ്പെട്ട കൗൺസിലറെ വിവരം അറിയിക്കാൻ തയ്യാറായി സമൂഹത്തിനോടുള്ള പ്രതിബദ്ധതയുള്ള ഓരോ മനുഷ്യരായി നമ്മൾ മാറണം. ആരെന്ത് കണ്ടാലും നമ്മൾ ഒന്നും മൈൻഡ് ചെയ്യാതെ തിരിഞ്ഞു പോകുന്നൊരു കാലഘട്ടമുണ്ട്. ഇപ്പോൾ വഴിയിൽ എന്ത് നടന്നാലും നമ്മൾ പ്രതികരിക്കുന്നില്ല. പ്രതികരണശേഷിയുള്ള ജനത ഉണ്ടാവണം. നമുക്ക് വരാൻ പോകുന്ന തലമുറയെ രക്ഷിക്കണമെങ്കിൽ നമ്മൾ ഒറ്റക്കെട്ടായി ഈ വഴികാട്ടിയായി നമ്മൾ മാറണം. ഈ ആശയം വളരെ മനോഹരമാണ്. അത് യുവാക്കൾ തന്നെ ഏറ്റെടുത്തത് വളരെ ഹൃദയത്തിൽ സന്തോഷമുണ്ടാക്കുന്നതാണ്. നമ്മളല്ല, യഥാർത്ഥത്തിൽ കുട്ടികളും മാതാപിതാക്കളും ഏറ്റെടുക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് ഇതിനു വേണ്ടിയുള്ള ഈ ശ്രമം നടത്തുന്ന മുഴുവൻ യുവാക്കളെയും ഹൃദയത്തോട് ചേർത്ത് അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇത് ഇനിയും ഈ സ്കിറ്റ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കരുത്. ഇത്രയും കൂടെ ഡെവലപ്പ് ചെയ്ത് നമുക്ക് കാണിക്കാൻ കഴിയുന്ന എല്ലാ ആളുകളെയും കാണിക്കുക. കാരണം അതിനുള്ള സന്ദേശമുണ്ടല്ല. ഡി അഡിക്ഷൻ കഴിഞ്ഞു വരുന്ന കുട്ടി അത് സമൂഹത്തിന്റെ കൃത്യമായ ഒരു നേർച്ചായ ചിത്രം തന്നെയാണ് ആ ചെറിയ സ്കിറ്റിലൂടെ ഇവിടെ അവതരിപ്പിച്ചത്. എല്ലാവർക്കും നല്ല അഭിനന്ദനങ്ങൾ. വീണ്ടും തുടരുക. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം എന്ന് ഞാൻ ഇവിടെ ഉറപ്പ് നൽകുകയാണ്. എൻ്റെ പേര് ഡെനി എന്നാണ്. ഞാൻ ഈ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഞാൻ എറണാകുളം ഡെപ്യൂട്ടി കമ്മീഷണർ റിട്ടയറായ ഉദ്യോഗസ്ഥനാണ്. എൻ്റെ 30 വർഷത്തോളം ഞാൻ എക്സൈസിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഒരുപാട് കുട്ടികളെ, അഡിക്റ്റായി പോയ കുട്ടികളെ, ആ കുട്ടികളെ കാരണം വിഷമിക്കുന്ന മാതാപിതാക്കളെ കാണാനുള്ള നിർഭാഗ്യം ഉണ്ടായിട്ടുള്ള ഒരു ദിവസമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് നമ്മുടെ കേരളം മാറിയിരിക്കുകയാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കേസുകൾ കണ്ടെടുക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് എല്ലാ കാലവും, അതിപ്പോഴും അങ്ങനെ തന്നെയാണ്, സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കേസുകൾ കണ്ടെടുക്കുന്നത് എറണാകുളം ജില്ലയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾ മാത്രമല്ല, മാതാപിതാക്കൾ വളരെ സിമ്പിൾ, വളരെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം ഞാൻ പറയാം. എല്ലാ മാതാപിതാക്കളും ആ കുട്ടികൾ എവിടെയാണ് പഠിക്കുന്നത്, സ്കൂള് കോളേജ് എന്തോ ആയിക്കോട്ടെ, നമ്മളെല്ലാവരും വിചാരിക്കും നമ്മുടെ കുട്ടികൾ തെറ്റുകയില്ലെന്നുള്ളത്. ഒരിക്കലും അങ്ങനെയല്ല. ഏതൊരു കുട്ടിയും ഇന്നത്തെ സാഹചര്യത്തിൽ വഴിതെറ്റിപ്പോലുള്ള സാഹചര്യമുണ്ട്. കുട്ടികളുടെ കുഴപ്പമല്ല, അവരുടെ പ്രായം അതാണ്. എന്തും പരീക്ഷിച്ച് നോക്കാൻ ഉള്ള ഒരാഗ്രഹം ആ കുട്ടികൾക്കുണ്ടോ? നമ്മളൊക്കെ ഈ പ്രായം കടന്നുകൊണ്ട് നമുക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും നിങ്ങൾ പേരൻസ് ഒരു കാര്യം ചെയ്യണം. എല്ലാ കുട്ടികളുടെയും ടീച്ചേഴ്സുമായിട്ട്, അവർ കോളേജിലാണോ സ്കൂളിലാണോ, മാസത്തിൽ ഒരു തവണയല്ല 2 മാസത്തിൽ കൂടുമ്പോഴെങ്കിലും ടീച്ചേഴ്സിനെ കണ്ട് ഇവരെന്തൊക്കെയാണ് സ്കൂളിൽ ഇവരുടെ ആക്ടിവിറ്റീസ്, റെഗുലറായിട്ട് സ്കൂളിൽ വരുന്നുണ്ടോ, അവരുടെ ഫ്രണ്ട്സ് ആരാണ്, ക്ലാസ് മിസ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒന്ന് സ്കൂളിലൊക്കെ പോയി തിരക്കണം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ കുട്ടികൾ എല്ലാവരും ഒരു പരിപൂർണ വ്യക്തിയൊക്കെ തന്നെയാണ്. പൂർണ്ണമായ മനുഷ്യാവകാശം കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. അവരുടെ കുട്ടികളുടെ ബാലാവകാശങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ്. എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, സ്വന്തമായിട്ട് റൂമൊക്കെ ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ
വല്ലപ്പോഴൊക്കെ കയറി അവരുടെ മുറിയൊക്കെ ഒന്ന് പരിശോധിക്കണം. ഒരു കുഴപ്പമില്ല, നമ്മുടെ കുട്ടികളാണ്, അവരുടെ ബാലാവകാശവും കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. ആ കുട്ടികളുടെ മുറിയൊക്കെ ഒന്ന് പരിശോധിക്കുക, സ്വന്തമായിട്ട് അവരുടെ മേശവലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പരിശോധിക്കുക, അവരുടെ ബാഗ് പരിശോധിക്കുക. നമുക്കറിയാൻ പറ്റില്ല, അത് കുട്ടികളുടെ ബാലാവകാശമാണ്, കുട്ടികളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തലാണ് എന്നൊക്കെ പറയുന്നെങ്കിൽ തന്നെ അങ്ങനെ നോക്കുന്നത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് വലിയൊരു ആപത്തിൽ നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ പറ്റും. ഇപ്പം നമ്മളൊക്കെ ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ ഒരു കൗൺസിലിംഗ് ഉണ്ട്, വിമുക്തിയുടെ ഒരു കൗൺസിലിംഗ് സെന്റർ ഉണ്ട്. വളരെ നല്ല രീതിയിൽ പഠിച്ചു വരുന്ന കുട്ടിയായിരിക്കും, 10ാം ക്ലാസ്സിലൊക്കെ നല്ല മാർക്ക്, പ്ലസ് 2 നല്ലപോലെ മാർക്ക് മേടിക്കുന്ന കുട്ടികളായിരിക്കും. പെട്ടെന്നൊരു സുപ്രഭാതത്തിലായിരിക്കും അറിയുന്നത് ഇവനെ അഡിക്റ്റ് ആയി പോയി എന്നുള്ളതായിരിക്കും. അപ്പൊ അവരവിടെ വന്നിട്ട് മാതാപിതാക്കൾ അവര് വന്നിരുന്ന് വിഷമിക്കുന്നതും കരയുന്നതൊക്കെ നമുക്ക് നേരിട്ട് കാണും. പിന്നെ നമ്മൾ കഴിയുന്നത് മാക്സിമം ആ കുട്ടികളെ രക്ഷപ്പെടുത്താൻ നോക്കും. ഒരു പ്രാഥമിക അവസ്ഥയിലേക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ജനറലായിട്ട് ആദ്യം ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള ജയരാജ് AE ആണ്, അസിസ്റ്റന്റ് ഇൻസ്പെക്ടറാണ്. അയാള് ഒരു കഴിഞ്ഞ 5-6 വർഷങ്ങളായിട്ട് വളരെ വളരെ ആത്മാർത്ഥമായിട്ട് അയാൾ സ്വന്തത്തിൽ ചെയ്തതാണ്. ഡിപ്പാർട്ട്മെന്റിനായിട്ട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ എൻ്റെ 700 വേദികൾ അയാളായിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ നല്ലൊരു സന്ദേശമാണ്. കുട്ടികൾക്ക് ശ്രദ്ധിച്ചത് മനസ്സിലാക്കേണ്ടതാണ്. ഒരു നിമിഷം. CMRA അസോസിയേഷൻ ജൂനിയർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വഴികാട്ടി എന്ന് പറയുന്ന പ്രോഗ്രാം, ഈ കുട്ടികളുടെ പ്രോഗ്രാം ഞാൻ കണ്ടു. വളരെ നല്ല രീതിയിൽ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഈ കുട്ടികളോട് പറയാനുള്ളത്, നാളെ ഇങ്ങനെ വഴിതെറ്റി പോകാൻ സാധ്യതയുള്ള ആളുകളുടെ മുമ്പിൽ, കുട്ടികളുടെ മുമ്പിൽ നിങ്ങൾ വഴികാട്ടിയായിട്ട് തന്നെ നിൽക്കണം. ഈ മയക്കുമരുന്നുള്ള ഈ കാണിക്കുന്ന ആത്മാർത്ഥത എല്ലാ രീതിയിലും നിങ്ങൾ അതിനെതിരെ പോരാടാൻ പരിശ്രമിക്കണം. എല്ലാ വിജയങ്ങളും ആശംസിച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. മെയിൻ പരിപാടി എന്ന് പറയുമ്പോൾ നമ്മുടെ വഴികാട്ടിയുടെ ഏറ്റവും വലിയ ഉദ്ദേശം, അതായത് ലഹരിക്കെതിരെ ഒരു ബോധവൽക്കരണം, അതും ഒരു കലാരൂപത്തിൽ. നമുക്ക് ഈ ഒരു പരിപാടി ഇവിടെ അവതരിപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ജയരാജ് സാറാണ്. ജയരാജ് സാറിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം 23 വർഷമായി എക്സൈസ് ഡിപ്പാർട്ട്മെന്റായി അസിസ്റ്റന്റ് ഇൻസ്പെക്ടറായി ജോലി അനുഷ്ഠിക്കുന്നു. 2018 മുതൽ വിമുക്തി മിഷന്റെ ഭാഗമായി അദ്ദേഹം ഒട്ടേറെ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പരിപാടിയെ പറ്റി പറയുമ്പോൾ വളരെയധികം പ്രശസ്തി നേടുന്നതാണ് അദ്ദേഹത്തിന്റെ പരിപാടി. നമുക്കെല്ലാവർക്കും ന്യൂസിലായാലും സോഷ്യൽ മീഡിയയിലായാലും കാണാൻ കഴിയുന്നതാണ് അദ്ദേഹത്തിന്റെ പരിപാടിയുടെ മഹത്വം. അദ്ദേഹത്തെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ആലപ്പുഴ കന്നിക്കുഴിയാണ് സ്വദേശം. ശ്രീമതി വിദ്യ ആരോഗ്യ വകുപ്പിൽ ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ പ്രിയപത്നിയാണ്. 2 കുട്ടികൾ വിദ്യാർത്ഥികളാണ്. പ്രത്യേകപരമായ ഒരു കലാരൂപത്തിൽ ലഹരിക്കെതിരെ ഒരു ബോധവൽക്കരണം നടത്താൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ജയരാജ് സാറിന് CMRA ജൂനിയർ ക്ലബിന്റെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും പ്രത്യേകമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മദ്യത്തിന്റെയും മയക്കുമരുന്നുകളുടെയും മാരക ലഹരികൾക്ക് വേണ്ടി സ്വയം ഹോമിക്കുന്ന യുവതലമുറയ്ക്ക് മുന്നിൽ ജീവിതമാണ് ശരിയായ ലഹരി എന്ന മഹാസന്ദേശത്തിന്റെ ഒരു അണുവെങ്കിലും പകർന്നു നൽകുവാൻ ഈ കലാപരിപാടിക്കായെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കേരള സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ എറണാകുളം ജില്ലാ വിമുക്തി മിഷന് വേണ്ടി ഈ ഓട്ടംതുള്ളൽ എഴുതി ചിട്ടപ്പെടുത്തി രംഗാവിഷ്കാരം നടത്തുന്നത് എറണാകുളം ജില്ലയിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടറായ ശ്രീ V. ജയരാജാണ്. പിന്നണിയിൽ മൃദംഗം ശ്രീ വയലാർ സന്തോഷ്, പാട്ട് ശ്രീ വയലാർ മധു. ജീവിതമാണ് ലഹരി, ജീവിതമാവട്ടെ ലഹരി. കും
തുമ്പീന്ദ്രൻ പോലെ വസ്ത്രം കുടവയറുമിയെന്നോരു ചാരുസ്വരൂപം മുൻപിൽ ശ്രീ പാർവതിക്കും ശിവനുമിക പിറന്നോരു ഓമരുണ്ണി ഗണേശ വൻപിച്ചുള്ളോരു വിഘ്നം വിരവിനുടകിലും തീർത്തു രക്ഷിച്ചു കൊള്ളുവാൻ വല്ലേറും തമ്പുരാനെ തവ പദകമലം സന്തതം കൈതൊഴുന്നേ. എന്നാൽ ഇനിയൊരു കഥയുര ചെയ്യാം. എന്നുടെ ഗുരുവരൻ അരുളിയ പോലെ നന്നായി വരുവതിൽ എല്ലാ ജനവും നന്നായി വരുവതിൽ എല്ലാ ജനവും നമ്മെ അനുഗ്രഹം ഏകീണം നമ്മെ അനുഗ്രഹം ഏകീണം. ഭാർഗവമാമുനി പണ്ടു പരശുവാൻ പാരിതിൽ തീർത്തൊരു സുന്ദര കേരളം. ഭാർഗവമാമുനി പണ്ടു പരശുവാൻ പാരിതിൽ തീർത്തൊരു സുന്ദര കേരളം. പാരിതിൽ തീർത്തൊരു സുന്ദര കേരളം. പാരിതിൽ തീർത്തൊരു സുന്ദര കേരളം. ഭാരതഭൂവിന്റെ ദക്ഷിണ സ്ഥാനത്ത് ഭാരതഭൂവിന്റെ ദക്ഷിണ സ്ഥാനത്ത് പാവയ്ക്ക പോലൊരു രൂപത്തിൽ ഭാരതഭൂവിന്റെ ദക്ഷിണ സ്ഥാനത്ത് പാവയ്ക്ക പോലൊരു കോമള രൂപത്തിൽ കടലും പുഴകളും മാമലയും ചേർന്ന് കടലും പുഴകളും മാമലയും ചേർന്ന് ഹരിതാഭമാക്കുന്ന സുന്ദര നാടിത്. കടലും പുഴകളും മാമലയും ചേർന്ന് ഹരിതാപമാക്കുന്ന സുന്ദര നാടിത്. കള്ളവുമില്ല ചതിവുമില്ലാത്തൊരു കള്ളവുമില്ല ചതിവുമില്ലാത്തൊരു മന്നവൻ നന്നായി ഭരിച്ചൊരു നാടിത്. കള്ളവുമില്ല ചതിവുമില്ലാത്തൊരു മന്നവൻ നന്നായി ഭരിച്ചൊരു നാടിത്. മദ്യം വിഷമെന്നു ചൊല്ലിയ സദ്ഗുരു മദ്യം വിഷമെന്ന് ചൊല്ലിയ സദ്ഗുരു മർദ്ദനന്മയ്ക്കായി പിറന്നൊരു നാടിത്. മദ്യം വിഷമെന്നു ചൊല്ലിയ സദ്ഗുരു മർദ്ദനന്മയ്ക്കായി പിറന്നൊരു നാടിത്. ഹിന്ദുവും ക്രിസ്ത്യനും ഇസ്ലാം മതസ്ഥരും ഹിന്ദുവും ക്രിസ്ത്യനും ഇസ്ലാം മതസ്ഥരും സോദരന്മാരായി കഴിയുന്ന നാടിത്. ഹിന്ദുവും ക്രിസ്ത്യനും ഇസ്ലാം മതസ്ഥരും സോദരന്മാരായി കഴിയുന്ന നാടിത്. നേട്ടങ്ങളൊട്ടേറെ ഘോഷിക്കും നേരത്ത് നേട്ടങ്ങളൊട്ടേറെ ഘോഷിക്കും നേരത്ത് നേട്ടങ്ങളൊട്ടേറെ ഘോഷിക്കും നേരത്ത് നേട്ടങ്ങളൊട്ടേറെ ഘോഷിക്കും നേരത്ത് കോട്ടങ്ങൾ നാണം കെടുത്തും ഈ നാടിലെ നേട്ടങ്ങളൊട്ടേറെ ഘോഷിക്കും നേരം കോട്ടങ്ങൾ നാണം കെടുക്കുമേ നാടിന്റെ ലജ്ജയാൽ കുമ്പിട്ടു പോകും ശിരസ്സു നാം ലജ്ജയാൽ കുമ്പിട്ടു പോകും ശിരസ്സു നാം നിഷ്ക്രിയന്മാരായി കഴിയും നിഷ്ക്രിയന്മാരായി കഴിയുന്നതോർക്കും നിഷ്ക്രിയന്മാരായി കഴിയുന്നതോർക്കുമ്പോൾ പരിഭവമരുതേ സോദരരെ ചില പരമാർത്ഥങ്ങൾ ചൊല്ലും നേരം. പരിഭവമരുതേ സോദരരെ ചില പരമാർത്ഥങ്ങൾ ചൊല്ലും നേരം. ദൈവത്തിന്റെ സ്വന്തം നാടായി ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അഭിമാനിക്കും സാക്ഷര കേരളം. ദൈവത്തിന്റെ സ്വന്തം നാട് അഭിമാനിക്കും സാക്ഷര കേരളം. മദ്യത്തിന്റെ സ്വന്തം ഈ നാടായി മദ്യത്തിന്റെ സ്വന്തം നാടായ അപമതിയോടെ നിൽക്കുവാൻ ഈ മദ്യത്തിന്റെ സ്വന്തം നാട് അപമതിയോടെ നിൽപ്പുകാരിൽ കേരളമെന്നതു കേട്ടാൽ സ്വന്തം കേരളമെന്നതു കേട്ടാൽ സ്വന്തം ഒരതിളയ്ക്കും കാലം പോയി. കേരളമെന്നതു കേട്ടാൽ സ്വന്തം ചോര തിളയ്ക്കും കാലം പോയി. ഇന്നു തിളച്ചു വരുന്നു നിരമ്പിൽ ഇന്നു തിളച്ചു വരുന്നു ഞരമ്പിൽ ഇന്നു തിളച്ചു വരുന്നു ഞരമ്പിൽ മദ്യമയക്കുമരുന്നിൽ ലഹരികൾ ഇന്നു തിളച്ചു വരുന്നു ഞരമ്പിൽ മദ്യമയക്കുമരുന്നിൽ ലഹരികൾ മദ്യമയക്കുമരുന്നിൽ ലഹരികൾ. എന്തിനുമേതിനും മദ്യം വേണം എന്തിനുമേതിനു മദ്യം വേണം. ഈ കേരള നാട്ടിൽ
ആഘോഷിക്കാൻ. ഓണം ക്രിസ്മസ് വലിയ പെരുന്നാൾ, ഓണം ക്രിസ്മസ് വലിയ പെരുന്നാൾ, വേണം കുപ്പികൾ മലയാളിക്ക്. ഓണം ക്രിസ്മസ് വലിയ പെരുന്നാൾ, വേണം കുപ്പികൾ മലയാളിക്ക്. ഉണ്ണി പിറന്നാൽ അമ്മ മരിച്ചാൽ, ഉണ്ണി പിറന്നാൽ അമ്മ മരിച്ചാൽ, കാമുകിനൈസായി തേച്ചു കിടന്നാൽ, ഉണ്ണി പിറന്നാൽ അമ്മ മരിച്ചാൽ, കാമുകിനൈസായി തേച്ചു കിടന്ന, കാമുകിനൈസായി തേച്ചു കിടന്ന, കാമുകിനൈസായി തേച്ചു കിടന്ന, കാമുകിനൈസായി തേച്ചു കിടന്നാൽ, കാമുകിനൈസായി തേച്ചു കിടന്നാൽ, വ്യാജനടിച്ചു മരിച്ച പിതാവിന്, വ്യാജനടിച്ചു മരിച്ച പിതാവിന് ശ്രാദ്ധമതൂട്ടാൻ മദ്യം വേണം. വ്യാജനടിച്ചു മരിച്ച പിതാവിന് ശ്രാദ്ധമതൂട്ടാൻ മദ്യം വേണം. ചങ്കിന് ജോലി ലഭിച്ചാൽ ഈ കുപ്പി, ചങ്കിന് ജോലി ലഭിച്ചാൽ കുപ്പി, മുന്തിയ ബ്രാൻഡിൽ തന്നെ വേണം. ചങ്കിന് ജോലി ലഭിച്ചാൽ കുപ്പി, മുന്തിയ ബ്രാൻഡിൽ തന്നെ വേണം. അങ്ങനെ എന്തിനും ഏതിനും മദ്യം വേണം. എന്തിനും ഏതിനും മദ്യം വേണം. കേരള നാട്ടിൽ ആഘോഷിക്കാൻ, എന്തിനും ഏതിനും മദ്യം വേണം. കേരള നാട്ടിൽ ആഘോഷിക്കാൻ, കേരള നാട്ടിൽ ആഘോഷിക്കാൻ. മദ്യം മയക്കൂ മരുന്നു പുകയില, മദ്യം മയക്കൂ മരുന്നു പുകയില, തകർക്കുന്നു മാനവ ജീവിതം. മദ്യം മയക്കൂ മരുന്നു പുകയില, തകർക്കുന്നു മാനവ ജീവിതം. വർണ്ണക്കടലാസിനുള്ളിൽ ഒളിച്ചിട്ട്, വർണ്ണക്കടലാസിനുള്ളിൽ ഒളിച്ചിട്ട് തഞ്ചത്തിൽ നമ്മെ വിളിക്കും പുകയില. വർണ്ണക്കടലാസിനുള്ളിൽ ഒളിച്ചിട്ട് തഞ്ചത്തിൽ നമ്മെ വിളിക്കും പുകയില. ആൻസെന്നും പാനെന്നും പല നാമരൂപത്തിൽ, ആൻസെന്നും പാനെന്നും പല നാമരൂപത്തിൽ, പാടെ തകർക്കുന്നി നാടിൻ യുവത്വത്തിൽ. ആൻസെന്നും പാനെന്നും പല നാമരൂപത്തിൽ, പാടെ തകർക്കുന്നു നാടിൻ യുവത്വത്തിൽ, പാടെ തകർക്കുന്നു നാടിൻ യുവത്വത്തെ. പുകവലി മനുജനെ ശീഘ്രം തന്നുടെ, പുകവലി മനുജനു ശീഘ്രം തന്നുടെ, അന്തിമ പുകയിൽ അണിചേർക്കുന്നു. പുകവലി മനുജനു ശീഘ്രം തന്നുടെ, അന്തിമ പുകയിൽ അണിചേർക്കുന്നു. കരളുപഴുത്തും ലെങ്സുകരിഞ്ഞും, കരളുപഴുത്തും ലെങ്സുകരിഞ്ഞും, പുഴുവതരിച്ചും നരകിക്കുന്നു. കരളുപഴുത്തും ലെങ്സുകരിഞ്ഞും, പുഴുവതരിച്ചും നരകിക്കുന്നു, പുഴുവതരിച്ചും നരകിക്കുന്നു. മയക്കുമരുന്നിൻ സൂചികൾ നാട്ടിൽ, മയക്കുമരുന്നിൻ സൂചികൾ നാട്ടിൽ, പകർത്തും മാധ്യമമത്രേ. മയക്കുമരുന്നിൻ സൂചികൾ നാട്ടിൽ, പകർത്തും മാധ്യമമത്രേ. അർബുദമെന്ന മഹാരോഗത്തിൽ, അർബുദമെന്ന മഹാരോഗത്തിൽ, അണിയറ ലഹരിയതാണെന്നോർക്കണം. അർബുദമെന്ന മഹാരോഗത്തിൽ അണിയറ ലഹരിയതാണെന്നോർക്കണം, അണിയറ ലഹരിയതാണെന്നോർക്കണം. സമ്പത്തുകാലത്തു നന്നായി വലിച്ചവൻ, സമ്പത്തുകാലത്തു നന്നായി വലിച്ചവർ, ആപത്തുകാലത്തു എങ്ങി വലിക്കുന്നു. സമ്പത്തുകാലത്തു നന്നായി വലിച്ചവർ, ആപത്തുകാലത്തു ഏങ്ങി വലിക്കുന്നു, ആപത്തുകാലത്തു ഏങ്ങി വലിക്കുന്നു, ആപത്തുകാലത്തു ഏങ്ങി വലിക്കുന്നു. അഞ്ചനടിച്ചു രസിച്ചു നടന്നവർ, അഞ്ചടിച്ചു രസിച്ചു നടന്നവർ, മെന്നലടിച്ചു കറങ്ങി നടക്കണം. കഞ്ചനടിച്ചു രസിച്ചു നടന്നവർ, മെന്തലടിച്ചു കറങ്ങി നടക്കും, മെന്തലടിച്ചു കറങ്ങി നടക്കും, മെന്തലടിച്ചു കറങ്ങി നടക്കണം. ഓർക്കുക കൂട്ടര ലഹരി വരുത്തും, ഓർക്കുക കൂട്ടര ലഹരി വരുത്തും, ദോഷഫലങ്ങൾ തള്ളരുതാനും. ഓർക്കുക കൂട്ടര ലഹരി വരുത്തും, ദോഷഫലങ്ങൾ തള്ളരുതാനും. അതിമോഹത്തിൻ മായിക വലയിൽ, അതിമോഹത്തിൻ മായിക വലയിൽ മനമറിയാതെ കുടുങ്ങും ബാലകർ. അതിമോഹത്തിൻ മായിക വലയിൽ മനമറിയാതെ കുടുങ്ങും ബാലകർ. സൂപ്പർ ബൈക്കിൽ ചെത്തി നടക്കണം, സൂപ്പർ ബൈക്കിൽ ചെത്തി നടക്കണം, വീക്കൻ സ്റ്റൈലിൽ മുടിയുമൊരുക്കണം. സൂപ്പർ ബൈക്കിൽ ചെത്തി നടക്കണം, വീക്കൻ സ്റ്റൈലിൽ മുടിയുമൊരുക്കണം. ടച്ചിങ്ങുള്ളൊരു ഫോണത് വാങ്ങി, ടച്ചിങ്ങുള്ളൊരു ഫോണത് വാങ്ങി, തിരസിക്കണം സെൽഫി എടുക്കണം. ടച്ചിങ്ങുള്ളൊരു ഫോണത് വാങ്ങി, കുത്തിരസിക്കണം സെൽഫി എടുക്കണം, കുത്തിരസിക്കണം സെൽഫി എടുക്കണം, തിരസിക്കണം സെൽഫി എടുക്കണം. അവനുടെ മോഹം പൂവണിയിക്കാൻ, അവനുടെ മോഹം പൂവണിയിക്കാൻ ഉടനണയുന്നു കഴുകൻ കണ്ണുകൾ. അവനുടെ മോഹം പൂവണിയിക്കാൻ ഉടനണയുന്നു കഴുകൻ
തൻ കണ്ണുകൾ വാഗ്ദാനങ്ങൾ നൽകി മയക്കി വാഗ്ദാനങ്ങൾ നൽകി മയക്കി ലഹരി ചുഴിയിൽ വീഴ്ത്തുന്നവനെ വാഗ്ദാനങ്ങൾ നൽകി മയക്കി ലഹരിച്ചുഴിയിൽ വീഴ്ത്തുന്നവനെ ലഹരിക്കായി ദുഷ്ടത ചെയ്യാൻ ലഹരിക്കായി ദുഷ്ടത ചെയ്യാൻ ദേവദേശം മടി കാണില്ലാർക്കും ലഹരിക്കായി ദുഷ്ടത ചെയ്യാൻ ലവരേശം മടി കാണില്ലാർക്കും കഞ്ചാവിന്നു പണം കണ്ടെത്താൻ കഞ്ചാവിന്നു പണം കണ്ടെത്താൻ പെറ്റു വളർത്തിയ സ്വന്തം അമ്മയെ കഞ്ചാവിന്നു പണം കണ്ടെത്താൻ പെറ്റു വളർത്തിയ സ്വന്തം അമ്മയെ തലയിലടിച്ചു നിലത്തിട്ടവരുടെ തലയിലടിച്ചു നിലത്തിട്ടവരുടെ മാനക വന്നതു വാർത്തകളായി തലയിലടിച്ചു നിലത്തിട്ടവരുടെ മാല കവർന്നത് വാർത്തയതായി ലഹരിയിൽ സ്വന്തം സാധനയൊരുവൻ ലഹരിയിൽ സ്വന്തം കാതനയൊരുവൻ പല പല തുണ്ടമതാക്കി നുറുക്കി ലഹരിയിൽ സ്വന്തം കാതനയൊരുവൻ പല പല തുണ്ടമതാക്കി നുറുക്കി പല പല തുണ്ടമതാക്കി നുറുക്കി ചാക്കിൽ കെട്ടി തോട്ടിൽ തള്ളിയ ചാക്കിൽ കെട്ടിൽ തോട്ടി തള്ളിയ കഥയും നാട്ടിൽ പാട്ടാണിപ്പോൾ ചാക്കിൽ കെട്ടി തോട്ടിൽ തള്ളി കഥയും ഇപ്പോൾ നാട്ടിൽ പാട്ട കഥയും ഇപ്പോൾ നാട്ടിൽ പാട്ടായി ലഹരി ഭ്രാന്തിൻ ചുഴിയിലൊരച്ഛൻ ലഹരി ഭ്രാന്തിൻ ചുഴിയിലൊരച്ഛൻ പോറ്റി വളർത്തിയ സ്വന്തം മകളുടെ ലഹരി ഭ്രാന്തിൻ ചുഴിയിലൊരച്ഛൻ പോറ്റി വളർത്തിയ സ്വന്തം മകളുടെ മാനം വിറ്റി ചീന്തിയ കഥയും മാനം വിറ്റി ചീന്തിയ കഥയും വേദനയോടെ കേട്ടവർ നമ്മൾ മാനം വിറ്റി ചീന്തിയ കഥയും വേദനയോടെ കേട്ടവർ നമ്മൾ വേദനയോടെ കേട്ടവർ നമ്മൾ അങ്ങു വടക്കു യമുനതൻ തീരത്ത് അങ്ങു വടക്കേ യമുനതൻ തീരത്ത് അന്തിതമെന്നൊരു സുന്ദര ദേശത്ത് അങ്ങു വടക്കേ യമുനതൻ തീരത്ത് നന്ദിതമെന്നൊരു സുന്ദര ദേശത്ത് രാമപ്രമുഖനും നല്ല ബഹുദിക്കും ഗ്രാമപ്രമുഖനും നല്ല പകുതിക്കും ആറ്റുനോക്കാരോമൽ കുഞ്ഞു പിറന്നതാ ഗ്രാമപ്രമുഖനും നല്ല പകുതി ആത്മോറ്റാരോമൽ കുഞ്ഞു പിറന്ന നാൾ നാടിനും വീടിനും ഉത്സവമായെങ്കിൽ നാടിനും വീടിനും ഉത്സവമായെന്നു ആനന്ദ നൃത്തത്തിനാഘോഷമായെന്ന് നാടിനും വീടിനും ഉത്സവമായെന്ന് ആനന്ദ നൃത്തത്തിനാഘോഷമായെന്ന് മൈഥിലി എന്നു ായി ചമഞ്ഞ സുഹൃത്തിന്റെ കരയിൽ സ്വയം വീണുപോയി പെൺകൊടി അടിക്കടിമയായി തീർന്നവൾ അറിയാതെ ലഹരിക്കടിമയായി തീർന്നവളറിയാതെ പണയപ്പെടുത്തിതൻ മാനവും ജീവനും ലഹരിക്കടിമയായി തീർന്നവളറിയാം പണയപ്പെടുത്തിയതൻ മാനവും ജീവനും വട്ടമിട്ടാത്തൊരാ കാമപ്പിശാചുക്കൾ വട്ടമിട്ടാത്തൊരാ കാമപ്പിശാചുക്കൾ മുത്തി വലിച്ചു തരുണിതന്താരുടെ വട്ടമിട്ടാത്തൊരാ കാമപ്പിശാചുക്കൾ കുത്തി വലിച്ചു തരുണിതന്താരുടൻ കാമപ്പിരാന്തിന്റെ താണ്ഡവം എപ്പോഴോ കാമപ്പിരാന്തിന്റെ താണ്ഡവം എപ്പോഴാ ജീവോത്സവമാക്കി മാറ്റിയ പെണ്ണിനെ കാമപ്പിരാന്തിന്റെ താണ്ഡവം എപ്പോഴും ജീവോത്സവമാക്കി മാറ്റിയ പെണ്ണിനെ തത്തിലേറ്റവും ക്രൂരനായുള്ളവൻ കൂട്ടത്തിലേറ്റവും ക്രൂരനായുള്ളവൻ കൂട്ടബലാത്സംഗ ദൃശ്യങ്ങളൊക്കെയും കൂട്ടത്തിലേറ്റവും ക്രൂരനായുള്ളവൻ കൂട്ടബലാസംഗ ദൃശ്യങ്ങളൊക്കെയും ഒപ്പിയെടുത്തുതൻ ഫോണിലപ്പോൾ തന്നെ ഒപ്പിയെടുത്തുതൻ ഫോണിലപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്തവൻ ലൈക്കു ലഭിക്കുവാൻ ഒപ്പിയെടുത്തുതൻ ഫോണിലപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്തവൻ ലൈക്കു ലഭിക്കുവാൻ അപ്ലോഡ് ചെയ്തവൻ ലൈക്കു ലഭിക്കുവാൻ വാർത്ത പരന്നു നാട്ടിൽ മുഴുവൻ വാർത്ത പരന്നു നാട്ടിൽ മുഴുവൻ കാഴ്ചകൾ കണ്ടു പകച്ചു സഹജർ വാർത്ത പരന്നു നാട്ടിൽ മുഴുവൻ കാഴ്ചകൾ കണ്ടു പകച്ചു സരജർ മാനം വിറ്റവളെന്നു പഠിച്ചു മാനം വിറ്റവളെന്നു പഠിച്ചു മാലോകർ കഥ പാടി നടന്നു മാനം വിറ്റവരെന്നു പഠിച്ചു മാലോകർ കഥ പാടി നടന്നു അച്ഛനും അമ്മയും ഉറ്റവരൊക്കെയും അച്ഛനും അമ്മയും ഉറ്റവരൊക്കെയും ദുഃഖമതോടെ കൈവിട്ടവളെ അച്ഛനും അമ്മയും ഉറ്റവരൊക്കെ ദുഃഖമതോടെ കൈവിട്ടവളെ ഇനിയൊരു പെണ്ണിനും ഇത്തരമൊരു ഗതി ഇനിയൊരു പെണ്ണിനും ഇത്തരമൊരു ഗതി അരുതേ എന്നവൾ ആർത്തും കൊണ്ടേ ഇനിയൊരു പെണ്ണിനും ഇത്തരമൊരു ഗതി അരുതേ എന്നവളാർത്തും കൊണ്ട്
ഒരു മുഴം കയറിൽ തീർത്തു തന്നെ ഒരു മുഴം കയറിൽ തീർത്തു തന്നെ ജീവിത നാടക അന്തിമരംഗം ഒരു മുഴം കയറിൽ തീർത്തു തന്നു ജീവിത നാടകമന്തിമരംഗം ജീവിത നാടകമന്തിമരംഗം ജീവിത നാടകമന്തിമരംഗം മദ്യം മയക്കുമരുന്നു പുകയില മദ്യം മയക്കുമരുന്നു പുകയില തട്ടിയുടയ്ക്കരുതാരുടെ ജീവനും മദ്യം മയക്കുമരുന്നു പുകയിൽ തട്ടിയുടയ്ക്കരുതാരുടെ ജീവനും ദുഷ്ടലഹരികൾ മാടി വിളിക്കുമ്പോൾ ദുഷ്ടലഹരികൾ മാടി വിളിക്കുമ്പോൾ അവർ തന്മുഖം ചിത്തേ തെളിയണം ദുഷ്ടലഹരികൾ മാടി വിളിക്കും മുറ്റവർ തന്മുഖം ചിത്തേ തെളിയണം തം തെറ്റിപ്പായും കുഞ്ഞാടുകൾക്കു നാം കൂട്ടം തെറ്റിപ്പായും കുഞ്ഞാടുകൾക്കു നാം കൂട്ടായിരിക്കണം നേർവഴി കാട്ടണം കൂട്ടം തെറ്റിപ്പായും കുഞ്ഞാടുകൾക്കു നാം കൂട്ടായിരിക്കണം നേർവഴി കാട്ടണം നന്മതൻ മണ്ണിൽ മുളയ്ക്കുന്ന വിത്തുകൾ നന്മതൻ മണ്ണിൽ മുളയ്ക്കുന്ന വിത്തുകൾ നാളെ ഈ നാടിൽ തണലായി മാറിടും നന്മതൻ മണ്ണിൽ മുളയ്ക്കുന്ന വിത്തുകൾ നാളെ ഈ നാടിൽ തണലായി മാറിടും നാളെ തൻ വാഗ്ദാനമാവണം നിങ്ങളാൽ നാളെ തൻ വാഗ്ദാനമാവണം നിങ്ങളാൽ നാടിൻ യശസ്സെന്നു വാനോളമെത്തണം നാളെ തൻ വാഗ്ദാനമാവണം നിങ്ങൾ നാടിൻ യശസ്സെങ്ങുവാനോളമെത്തണം നാടിൻ യശസ്സെങ്ങുവാനോളമെത്തണം ജീവിതമാണു ലഹരി എന്നുൾവിളി ജീവിതമാണ് ലഹരി എന്നുൾവിളി ജീവിതമാണു ലഹരി എന്നുൾവിളി ജീവിതമാണ് ലഹരി എന്നുൾവിളി ഉന്മേളം എപ്പോഴും പ്രാർത്ഥനയാവണം ജീവിതമാണ് ലഹരി എന്നുൾവിളി തോന്നേണമെപ്പോഴും പ്രാർത്ഥനയാവണം തോന്നേണമെപ്പോഴും പ്രാർത്ഥനയാവണം മംഗളമീ കഥം കഥനോ ചെയ്താൽ മംഗളം മനവതി വന്നു ഭവിക്കും നാരായണ ജയ നാരായണ കൃഷ്ണ നാരായണ ഭഗവാനേ ജയ ഇതിന്റെ അസോസിയേഷന്റെ ഭാരവാഹികൾക്ക് എനിക്ക് അങ്ങോട്ട് മറ്റേ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടൻ ജേക്കബ് രാജു ജേക്കബല്ലേ അതെ അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ ബാക്കി ആരെയൊന്നും പരിചയപ്പെടാൻ സമയം കിട്ടില്ല വന്നോളം എന്നെ പിടിച്ച് ഒറ്റ തള്ളാരെന്ന് മേക്കപ്പ് റൂമിലേക്ക് പെട്ടെന്ന് ഇറങ്ങിക്കുന്ന ആൾക്കാർ വൈലന്റ് ആകുമെന്ന് പറഞ്ഞു. നിങ്ങൾ വൈലന്റ് ആകുന്ന ആൾക്കാരായിരുന്നോ? അല്ല. അപ്പൊ എന്തായാലും വൈലന്റ് ആകാതെ ഇത്ര നേരം ഇവിടെ ക്ഷമിച്ചിരുന്ന് ഈ തുള്ളൽ കാണുകയും എന്റെ വാക്കുകൾ കേൾക്കുകയും ചെയ്ത് പുറത്ത് ചിരിച്ചു അകത്തെ ഭ്രാഗിക്കൊണ്ടിരുന്നാണ്. ഭ്രാഗിയായിരുന്നോ? ഭ്രാഗാൻ പോകണം. അപ്പൊ അവസാനിപ്പിക്കാൻ പ്രിയപ്പെട്ട എല്ലാ നാട്ടുകാർക്കും എന്റെ പേരിലും ഇനി അതുപോലെ പ്രത്യേകിച്ച് കേട്ടോ ഇതുപോലെ ഒരു യുവതലമുറ ബോധവൽക്കരണ പരിപാടി തികച്ചും വ്യത്യസ്തവും പുതുമയാർന്നതുമായിരുന്നു. ഓട്ടൻതുള്ളൽ എന്ന കലാരൂപത്തിലൂടെ ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തിയ ശ്രീ ജയരാജ് സാറിനെ അഭിനന്ദിക്കുകയാണ്. 2018 മുതൽ വിമുക്തി മിഷന്റെ ഭാഗമായി ഇതിനോടകം 630 പരം വേദികളിൽ ഇത് അവതരിപ്പിച്ചു കഴിഞ്ഞു. എക്സൈസ് വകുപ്പിൽ അസിസ്റ്റന്റ് ഇൻസ്പെക്ടറായി ജോലി ചെയ്യുന്ന അദ്ദേഹത്തിന്റെ അർപ്പണ മനോഭാവം വളരെ വലുതാണ്. ആഴ്ചയിൽ ഒരു ദിവസം ലഭിക്കുന്ന ഞായറാഴ്ചകളെ പോലും അദ്ദേഹത്തിനായി മാറ്റിവെക്കുകയാണ്. ഞാൻ എന്റെ കടമയിലേക്ക് കടക്കുകയാണ്. ലഹരി എന്ന ഭീകരനെ ഓട്ടൻതുള്ളൽ എന്ന കലാരൂപത്തിലൂടെ ബോധവൽക്കരണം നടത്തിയ ജയരാജ് സാറിന് CMRRA ജൂനിയർ ക്ലബിന്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ എന്തിനും ഏതിനും നമ്മോടൊപ്പം നിൽക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായ കൗൺസിലർ ദീപ വർമ്മയ്ക്കും പ്രത്യേക നന്ദി. മട്ടാഞ്ചേരി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീ ജയരാജ് വി സ്വന്തം കഴിവിലൂടെ അവതരിപ്പിച്ച ഓട്ടംതുള്ളൽ എല്ലാവരെയും ആകർഷിച്ചു. കലയും ബോധവൽക്കരണവും ചേർന്ന ഈ പ്രത്യേക പരിപാടി സമൂഹത്തിന് വലിയൊരു സന്ദേശമായി. കലയുടെ ഭാഷയ്ക്കാണ് ഏറ്റവും വലിയ ശക്തി. അതുതന്നെയാണ് ഇന്നത്തെ ഈ പരിപാടിയിലൂടെ തെളിഞ്ഞത്. ലഹരിയില്ലാത്ത ആരോഗ്യമുള്ള സന്തോഷമുള്ള ഒരു സമൂഹത്തിനായി ഒരുമിച്ച് കൈകോർക്കാം. Say no to drugs. Say yes to life.